ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ഈ 2 കളേഴ്സാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഹുക്ക് 2.5 mm ആണ്. സ്ലിപ്പ് നോട്ട്, chain 1 2 3 4 5 6, slip stitch, chain 1 2 3, സർക്കിളിനുള്ളിൽ 15 DC ആണ് ചെയ്യേണ്ടത്. 1 DC, 2 3 4 5 14 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ടോട്ടൽ 16 DC ആണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ബാക്കിലുള്ള ഈ ആണ് നമുക്ക് പിടിച്ച് വലിക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഈ സർക്കിളൊന്ന് അടുത്ത് വരും. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3 റൗണ്ട് 2 പ്ലസ് 1 2 ചെയിൻ. നെക്സ്റ്റ് ചെയിനിൽ DC, chain 1 2, next chainൽ DC, chain 1 2, next chainൽ DC. ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 2 DC. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റാണ്. ചെയിൻ 2 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 ഞാനിവിടെ കട്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് നമ്മുടെ ഗ്രീൻ കളർ യൂസ് ചെയ്യാം. സ്ലിപ്പ് നോട്ട്, ഈ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ 1 2 3, സെയിം സ്പേസ് തന്നെ DC. ഈ ആണ് നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാം. ചെയിൻ 1 2 3, സെയിം സ്പേസിൽ തന്നെ 2 DC, 1 2. skip this 1 2 3 chain. നെക്സ്റ്റ് ഈ 2 ചെയിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് തുന്നിച്ചേർക്കേണ്ട ആവശ്യം വരില്ല. 1 DC, 2 DC, ചെയിൻ 1 2 3, സെയിം സ്പേസ് തന്നെ 2 DC, 1 DC, 2 DC. ഈ ഒരു സ്പേസാണ് നമ്മൾ സ്കിപ്പ് ചെയ്യണേ. അതായത് 1 2 3 4 ചെയിൻ ഉണ്ടാവും. അതായത് ഈ 2 DC 1 2, ഈ 2 DC സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിൽ നമുക്ക് 2 DC 1 2, ചെയിൻ 1 2 3, സെയിം സ്പേസ് തന്നെ 2 DC 1 2. ഇതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഈ 2 DC സ്കിപ്പ് ചെയ്ത് ഈ സ്പേസിനുള്ളിൽ ഈ 2 ചെയിനുള്ളിൽ ഓരോ ഈ 2 DCകളും സ്കിപ്പ് ചെയ്യുമ്പം നെക്സ്റ്റ് പിന്നെ
ഇത് 2 സ്കിപ്പ് ചെയ്ത് ഇതിൽ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. സ്കിപ്പ് ദിസ് DC, മിഡിലിൽ 2 DC, 1 2 3 chain, 2 DC. 1 2 3 third chainൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് ഞാൻ കട്ട് ചെയ്യാം. ഈ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 ചെയിൻ്റെ സ്പേസിൽ ചെയിൻ 1 നമ്മളൊരു ചെയിനായിട്ട് കണക്കാക്കുന്നില്ല. 1 2 3 1 DC, 2 DC, 3 DC, 4 DC. ടോട്ടൽ 9 DC ആണ് ഈ സ്പേസിനുള്ളിൽ വരേണ്ടത്. പക്ഷെ ഞാൻ ഇതിനകത്ത് 5 DC ചെയ്യുന്നുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരും. അതിന് വേണ്ടിയാണ് ഈ സ്പേസിൽ ഇതിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ സ്പേസിനുള്ളിൽ 9 DC, 1 DC, 2 DC, 3 DC, 4 5 6 7 8 9. നെക്സ്റ്റ് ഈ സ്പേസിൽ വീണ്ടും സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്പേസിൽ അഗെയിൻ 9 DC, 1 2 3 4 5 6 7 8 9. ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ സൈഡ് എത്തുമ്പോൾ നമുക്ക് ഇവിടെ 5 DC ആണ്, 3 ചെയിനും കൂടി ചേർത്ത് 5 DC ആണുള്ള. ബാക്കി 4 DC കൂടി ചെയ്യണം. അത് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് സിംഗിൾ ക്രോഷേ 3 ചെയിനും കൂടി ചേർത്ത് 5 DC ആണ്. അത് പിന്നെ 4 DC കൂടി ചെയ്യാം. 1 2 3 4. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 ചെയ്ത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഉണ്ടായിരിക്കും സ്ലിപ്പ് നോട്ട്. നെക്സ്റ്റ് റൗണ്ട് ഇതിൽ 1 2 3 4 5 ഫിഫ്ത്ത് ചെയിനിൽ chain 1, next one more chain plus 1 2 3 4 5 6 7. ഈ ഫസ്റ്റ് ചെയിൻ നമ്മൾ സിംഗിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. 1 2 3 4 5. ഫിഫ്ത്ത് ചെയിനിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 4 5 6 7. ഫിഫ്ത്ത് ചെയിനിൽ വീണ്ടും സിംഗിൾ ക്രോഷേ.
chain 1 2 3 4 5 6 7 നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് വെക്കണം. 1 2 3 4 5 ഫിഫ്ത്ത് ചെയിനിൽ സിംഗിൾ ക്രോഷേ. ഇതേപോലെ നമുക്ക് ഇതിന് ഫുള്ളും ചുറ്റിനും ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് 1 2 3 4 5 6 7 ഈ ഫസ്റ്റ് ചെയിനിൻ്റെ മിഡിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 2 3 പ്ലസ് 1 2 ചെയിൻ, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 2, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 2, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ഈ സിംഗിൾ ക്രോഷയുടെ ടോപ്പിൽ DC. ഈ റൗണ്ട് ലാസ്റ്റ് ചെയിൻ 2, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 2, സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2 1 2 3 സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് ഈ 2 ചെയിൻ്റെ സ്പേസിൽ 1 മോർ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3 സെയിം സ്പേസ് തന്നെ DC, ചെയിൻ 1 2 3 സെയിം സ്പേസ് തന്നെ 2 DC, 1 DC 2 DC, സ്കിപ്പ് 1. ഈ ഒരു സ്പേസ് ഫുള്ളും നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇത് മുഴുവനും സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഈ സ്പേസിൽ 2 DCയുടെ സ്പേസിൽ 2 DC, സോറി നെക്സ്റ്റ് 2 ചെയിൻ്റെ സ്പേസിൽ 2 DC, 1 2 3 ചെയിൻ 2 DC, skip this 2 DC, next 2 chain space le 2 DC, 1 2 chain 1 2 3 chain 3 2 DC, 1 DC 2 DC. ഇതേപോലെ ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് 2 DC 3 chain 2 DC, third chain la slip stitch, chain 1 yarn cut ചെയ്യാം, slip knot, ഈ സ്പേസിൽ ചെയിൻ 1 2 3 4 ഇതൊരു ചെയിനായിട്ട് കണക്കാക്കുന്നില്ല. അപ്പം 1 2 3 ചെയിൻസ് ആണ് ചെയ്തേക്കണേ. 1 DC 2 3 4 5. ഇവിടെ ഇപ്പോൾ
6 DC ആണ് ചെയ്തേക്കുന്നത്. 1 ഈ 3 ചെയിനും കൂടി ചേർത്തിട്ട് 1 2 3 4 5 6. ബാക്കി 3 DC നമ്മൾ 3 DC ലാസ്റ്റ് ഈ റൗണ്ട് വരുമ്പോൾ ചെയ്യും. ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ 3 ചെയിൻ്റെ സ്പേസിൽ 9 DC. 1 2 3 4 5 6 7 8 9. ഈ സ്പേസിൽ സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് വീണ്ടും 9 DC. 1 2 3 4 5 6 7 8 9. ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് 1 DC 2 DC 3 4 5 6 7 8 9. ഇതിൽ സിംഗിൾ ക്രോഷേ. 1 2 3 4 5 6 ആണ് ചെയ്തേക്കണേ. 3 മോർ ഡബിൾ ക്രോഷയും കൂടെ ചെയ്യണം ഈ ഒരു സ്പേസിൽ. 1 2 3. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത 9 DCയുടെ ഇത് ഫസ്റ്റ് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഈ കോസ്റ്ററും കൂടെ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോസ്റ്ററാണ്. ഇനി നമുക്കിതിൻ്റെ യാണ് ബാക്കിൽ ഒന്നിൽ നിങ്ങൾക്കൊരു സൂചി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ക്രോഷേ ഹുക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കി വന്ന യാണ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ കോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ ക്രോഷേ കോസ്റ്റർ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.